ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒറ്റശേഖരം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. മീനാക്ഷി കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് അമ്മേനെ കാണാതിരുന്ന സങ്കടം വരുമോ? പക്ഷെ അമ്മയ്ക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് സങ്കടം വരും. നീ എന്തെടുക്കുക, വിശക്കുന്നുണ്ടോ കരയുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോ അമ്മയ്ക്ക് സങ്കടം വരും എന്നൊക്കെ മീനാക്ഷി കുഞ്ഞിനോട് സംസാരിക്കുന്നത് കണ്ടാണ് അങ്ങോട്ടേക്ക് മഞ്ജിമ വരുന്നത്. മഞ്ജിമ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതെവിടെ, എന്ത് ചെയ്യാ? ഞാനും അമ്മയും ചേച്ചീനെ എത്ര തവണ വിളിച്ചു, ചാലൊന്ന് കേട്ടൂടെ, ചേച്ചിക്ക് വിശക്കുന്നൊന്നുമില്ലേ എന്ന് മഞ്ജിമ ചോദിക്കുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോ മഞ്ജിമ പറയാണ്, അത് പറഞ്ഞാ പറ്റില്ല, ചേച്ചി ഇങ്ങനെ പട്ടിണി കിടക്കണ്ട, കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാനുള്ളതാണ്, കുഞ്ഞിനെ കൂടി ചേച്ചി പട്ടിണിക്കിടാനുള്ള ഉദ്ദേശാണോ? ചേച്ചി പോയി ഭക്ഷണം കഴിക്കേ, ഞാൻ കുട്ടിയുടെ അടുത്ത് ഇരുന്നോളാം എന്ന് മഞ്ജിമ പറഞ്ഞ് മീനാക്ഷിയെ പറഞ്ഞു വിടുകയാണ്. പിന്നീട് മഞ്ജിമ കുഞ്ഞിനരികിൽ ഇരുന്ന് കുഞ്ഞിനെ കുഞ്ചിക്കുകയാണ്. പിന്നീട് കൃഷ്ണയും പ്രതാപനും കൂടി സംസാരിക്കുകയാണ്. കൃഷ്ണയ്ക്ക് നാട്ടിലും വിദേശത്തുമായി മുകുന്ദനുള്ള സ്വത്തുക്കളെല്ലാം മീനാക്ഷിയുടെ കുഞ്ഞിന് പോകുമോ എന്ന ആവലാതിയാണ്. പ്രതാപനോട് പറയുന്നുണ്ട്, മുകുന്ദേട്ടന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുട്ടിയോട് ഒരവകാശവുമില്ലല്ലോ, മീനാക്ഷിയല്ലേ പിന്നെ ആ കുഞ്ഞിനെ വളർത്തുന്നത്, സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോവില്ലേ, നമുക്ക് പിന്നെ ആ കുഞ്ഞിന്റെ മേലോ ആ സ്വത്തുക്കൾക്ക് മേലോ ഒരു അവകാശവും വരില്ലല്ലോ എന്ന് കൃഷ്ണ പ്രതാപനോട് പറയാണ്. ഇതെല്ലാം കേട്ട് പ്രതാപൻ കൃഷ്ണയോട് പറയുന്നുണ്ട്, എന്റെ കൃഷ്ണ നീയൊന്നും മിണ്ടാതിരിക്കേ, മുകുന്ദേട്ടന്റെ കുഞ്ഞ് നമ്മുടെയും കുഞ്ഞല്ലേ, അതുപോലെ വേണം കാണാൻ, നമുക്കെന്നെ ഇപ്പോൾ എത്രയേറെ സ്വത്തുക്കളുണ്ട്, ഇതെല്ലാം നമ്മുടെ മക്കൾക്കുള്ളതാണ്, അതുപോലെ മുകുന്ദേട്ടന്റെ സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിനുള്ളതാണ്, നീ വെറുതെ മുകുന്ദേട്ടന്റെ സ്വത്തുക്കളിൽ കണ്ണിടല്ലേ എന്ന് പറയുമ്പോ കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന്. പിന്നീട് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞ് തന്റെ അടുത്ത് നിന്നും കുഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ വിട്ടുപോകുമെന്നറിഞ്ഞ് ആകെ സങ്കടപ്പെട്ട് ഓരോന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് കരയുന്നത് കേട്ട് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നുണ്ട്. എന്താ ചേച്ചി എന്ന് മഞ്ജു ചോദിക്കുന്ന സമയത്ത് മീനാക്ഷി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ വേഗം തുടക്കുകയാണ്. പിന്നീട് മഞ്ജിമ അവിടെ ഒരു ചെയറിലിരുന്ന് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ചേച്ചി, എന്തിനാണ് കരയുന്നത്, ഇതുണ്ടെങ്കിലും എന്നോട് പറയെന്ന് പറയുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, പറയാൻ എന്തിരിക്കുന്നടി, 30 ദിവസവും 720 മണിക്കൂറും ഉള്ളൂ എന്റെ കുഞ്ഞ് എന്റെ അടുത്ത്, പിന്നെ എന്റെ കുഞ്ഞ് കാണാമറയത്താണ്. മീനാക്ഷി പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങിയാൽ അത് വലിയ പ്രശ്നമാവും, ചേച്ചിയോട് നേരത്തെ ഇതെല്ലാം പറഞ്ഞതാണ്, എല്ലാം കൊണ്ടും ചേച്ചിക്ക് അവകാശവും അധികാരവും ഉള്ള കുഞ്ഞല്ലല്ലോ ഇത്, ലീഗലി മറ്റൊരാൾക്ക് അവകാശപ്പെട്ട കുഞ്ഞാണിത്, ചേച്ചി ആദ്യം അത് മനസ്സിലാക്കണം, അത് മനസ്സുകൊണ്ട് അംഗീകരിക്കണമെന്ന് മഞ്ജു പറയുമ്പോ മീനാക്ഷി പറയാണ്, ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ച് പാലൂട്ടിയ കുഞ്ഞിന്റെ മേലെ എനിക്കൊരു അധികാരവും അവകാശവും ഇല്ലേ, അതെന്ത് ന്യായമാണെന്ന് പറഞ്ഞ് മീനാക്ഷി കരയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി ഞാൻ തോറ്റു, ചേച്ചിയോട് വാദിച്ച് ജയിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, ചേച്ചി പറയുന്നതെല്ലാം ന്യായമാണ്, പക്ഷെ മേനോൻ സാർ എന്ന് പറയുന്ന ആൾക്കും അവരുടേതായ ശക്തമായ ന്യായങ്ങളുണ്ട് എന്ന് മഞ്ജു പറയുമ്പോ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട്, കാണാമറിയത്ത് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതാണോ മഞ്ജു ന്യായം, കുഞ്ഞിനെ അവര് മലേഷ്യക്ക് കൊണ്ടുപോയാൽ എന്റെ കുഞ്ഞിനെ പിന്നെ എനിക്കൊന്ന് തൊടാൻ പോലും കഴിയില്ല, കരഞ്ഞു കഴിഞ്ഞാൽ മടിയിലൊന്നും എടുത്തു വെക്കാൻ കഴിയില്ല, അമ്മിന്റെ പാല് കൊടുക്കാൻ കഴിയില്ല, എനിക്ക് പകരം ഏതോ ഒരു പോറ്റമ്മയാണ് അവളെ നോക്കി വളർത്താനായി പോകുന്നത്, ഞാൻ വളർത്തുന്നത് പോലെ ഒക്കുവോ അത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ഇതൊക്കെയാണെങ്കിലും ഈ കുഞ്ഞ് ഒരു അനാഥ കുഞ്ഞായി വളരില്ലല്ലോ ചേച്ചി, ഇതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്, അച്ഛനും അമ്മയും ഉപേക്ഷിച്ച എത്രയോ കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ ഈ കുഞ്ഞ് ചേച്ചിയെ വിട്ടുപോയാലും രാജകുമാരിയെ പോലെയല്ലേ ജീവിക്കാൻ പോകുന്നത്, അവൾക്ക് അവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല, അത് ആലോചിച്ച് സന്തോഷിക്കല്ലേ ചേച്ചി വേണ്ടത്, ചേച്ചി എന്തായാലും ഇപ്പോൾ സമാധാനമായി ഉറങ്ങ്, കുഞ്ഞിനും ഉറക്കം വരുന്നുണ്ട്, എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോവുകയാണ്. മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് കരഞ്ഞ് കുഞ്ഞിനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് മഞ്ജു പോയി പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിലും മീനാക്ഷിയുടെ കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് മുകുന്ദനെയും അങ്കിതയെയും കാണിക്കുന്നുണ്ട്. അങ്കിത മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സക്സസ് ആയത് നമുക്ക് പ്രതാപനെയും കൃഷ്ണയെയും അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, അതെ അത് അറിയിക്കണം, പക്ഷെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ അങ്കിത പറയുന്നുണ്ട്, ഇത്രയും ഡെവലപ്മെന്റ്സ് ഉണ്ടായില്ലേ, ആ സന്തോഷം നമുക്ക് അവരോട് പറഞ്ഞൂടെ, അവർക്കും അതൊരു സമാധാനമാവും എന്ന് പറയുമ്പോ മുകുന്ദൻ ഫോൺ എടുത്ത് പ്രതാപനെ വിളിക്കുകയാണ്. മുകുന്ദന്റെ കോളാണെന്നറിഞ്ഞതും കൃഷ്ണ പ്രതാപനോട് സ്പീക്കറിലിട്ട് സംസാരിക്കാനായി പറയാണ്. ഫോൺ എടുത്തുകൊണ്ട് മുകുന്ദനും പ്രതാപനും വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്തായി, സെറ്റായോ എന്ന് ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, ഏറെക്കുറെ പ്ലാനുകളെല്ലാം വിജയിച്ചു, ആദ്യത്തെ കടമ്പ് അങ്ങോട്ട് കടന്നു കിട്ടി, ഹോസ്പിറ്റൽ രേഖകളെല്ലാം റെഡിയായി, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ക്യാഷ് ചെലവാക്കേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല, ആര് ചോദിച്ചാലും കാണിക്കാൻ പറ്റുന്ന പക്കാ രേഖകൾ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് എന്ന് മുകുന്ദൻ പറയുമ്പോ പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ശരി ഇനി എന്താണ് അടുത്ത
അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഇനിയിപ്പോ എമിഗ്രേഷൻ രേഖകൾ ശരിയാവണം, അതിന് അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോ അധികമൊന്നും നടക്കേണ്ടി വരില്ല, അടുത്ത വരവിന് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകണം. ഇത് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഞാനിപ്പോ ഓരോ പദ്ധതിയും നടപ്പിലാക്കുന്നത് എന്ന് മുകുന്ദൻ പറയാണ്. പ്രതാപനപ്പ പറയുന്നുണ്ട്, അപ്പൊ 90% എല്ലാം വിജയിച്ചു എന്ന് പറയാലേ മുകുന്ദേട്ട എന്ന് ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ നാളെ തന്നെ മലേഷ്യയിലേക്ക് പോവും, നീ കൃഷ്ണയോട് കൂടി കാര്യങ്ങളെല്ലാം പറയെന്ന് പറഞ്ഞ് മുകുന്ദൻ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് മീനാക്ഷിയെ കാണിക്കുന്നുണ്ട്. മീനാക്ഷി കുഞ്ഞിനെ തൊട്ടിയിലിട്ടുകൊണ്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ വളരെ കരച്ചിലാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജിമ വരുന്നത്. മഞ്ജിമ വന്ന് മീനാക്ഷിയോട് ദേഷ്യപ്പെടുന്നുണ്ട്, ചേച്ചിക്ക് എന്താ, കുഞ്ഞ് കരയുന്നത് കേട്ടില്ലേ, ചേച്ചി എന്താ സ്വപ്നം കാണുകയാണോ എന്ന് ചോദിക്കുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, അതേ മഞ്ജു, ഒരു വലിയ ദുസ്വപ്നം, അതിൽ നിന്ന് എനിക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി ചുമ്മാ ഭ്രാന്ത് പറയാതെ ഈ കുഞ്ഞിനെ കുറിച്ച് ചേച്ചിക്ക് വല്ല ചിന്തയുണ്ടോ, പാവം ഇവൾ വിശന്നിട്ടായിരിക്കും കരയുന്നത്, ചേച്ചി ഇവൾക്ക് ഫീഡ് ചെയ്തിട്ട് എത്ര നേരമായി, എന്തായാലും കുഞ്ഞിനെ അവർക്ക് കൊടുത്തേ പറ്റൂ, അതിനിങ്ങനെ പട്ടിണി കോലാക്കി കൊടുക്കണോ, പറഞ്ഞ പക്ഷം ജീവനോടെങ്കിലും ഈ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുക്കണ്ടേ എന്ന് മഞ്ജു ചോദിക്കുന്ന സമയത്ത് മീനാക്ഷി അലറിക്കൊണ്ട് മഞ്ജു എന്ന് വിളിക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി സങ്കടപ്പെടാൻ പറഞ്ഞതല്ല, ഞാൻ എങ്ങനെയാണ് ചേച്ചിയോട് ഇതെല്ലാം പറയാതിരിക്കുന്നത്, നമ്മൾ എല്ലാവരും കുറ്റക്കാര് തന്നെയാണ്, പക്ഷെ അതെല്ലാം ഈ കുഞ്ഞിനോട് കാണിക്കണോ, ചേച്ചി പ്രസവിച്ച കുഞ്ഞാണെന്ന് കരുതി ഇതിനെ പട്ടിണിക്കിടണോ, ഇനി ചേച്ചിക്ക് അധികാരമുണ്ടോ എന്ന് മഞ്ജു ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട്, ഒന്ന് നിർത്ത് മഞ്ജു, ഞാൻ എന്റെ കുഞ്ഞിനോട് എന്തെങ്കിലും ദ്രോഹം ചെയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് മീനാക്ഷി ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ അവര് വന്ന് കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ അതിനെ എതിർക്കാനോ തടയാനോ ഒന്നിനും പോവില്ല, പക്ഷെ എന്റെ കുഞ്ഞില്ലാതെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് മീനാക്ഷി പറയുമ്പോ മഞ്ജു ആകെ ഷോക്കാവുകയാണ്. മഞ്ജുവും കരഞ്ഞുകൊണ്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട്, ചേച്ചിയുടെ സങ്കടം ഇവിടെ ആർക്കും മനസ്സിലാവാതെയല്ല, ഞാനും ഒരു സ്ത്രീയാണ്, എനിക്കും ഇതെല്ലാം മനസ്സിലാവും എന്ന് മഞ്ജു പറയുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, ഇല്ലടി, സ്വന്തം കുഞ്ഞിനെ മറ്റൊരാൾക്ക് വെച്ച് നീട്ടേണ്ടി വരുന്നതിന്റെ വികാരം ആർക്കും തന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇതെനിക്ക് താങ്ങാൻ കഴിയില്ല, എന്റെ പ്രാണനെയാണ് ഇപ്പോൾ മറ്റുള്ളവർ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നത് മീനാക്ഷി പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പൊ എന്തായാലും ചേച്ചി ആ കുഞ്ഞിനെ പട്ടിണിക്കിടരുത്, ആ കുഞ്ഞിനെ പാല് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം തുളസിയേട്ടൻ മറ്റൊരു ബ്രോക്കറെയും കൂട്ടി ഒരു വീട് വാടകയ്ക്ക് നോക്കാനായി പോവുകയാണ്. ഇങ്ങനെ കൊണ്ടുപോയതിനു ശേഷം തുളസിയേട്ടനും കുടുംബവും ഇങ്ങോട്ടേക്ക് മാറി താമസിക്കാനുള്ള പ്ലാനിലാണ്. വീട് കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് തുളസിയേട്ടനും ആ ബ്രോക്കറും പിന്നീട് അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം മഞ്ജു കുഞ്ഞിന്റെ ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളെല്ലാം ബാഗിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷിയാണെങ്കിൽ സങ്കടപ്പെട്ട് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. മഞ്ജു അപ്പോൾ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി കുഞ്ഞിന്റെ ഡ്രസ്സും ടോയ്സ് എല്ലാം നമുക്ക് വേറൊരു ബാഗിൽ പാക്ക് ചെയ്യാം, ഇവിടെ പോയാൽ നാളെയും അവർക്ക് കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ ഉപയോഗിക്കാലോ എന്ന് പറയുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ കുഞ്ഞിനെ ആർക്കും കൊടുക്കുന്നില്ല. മീനാക്ഷി പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി ഇത് എന്തൊക്കെയാണ് പറയുന്നത്, 2 ദിവസം കഴിഞ്ഞാൽ അവര് വന്നു കുഞ്ഞിനെ കൊണ്ടുപോകും എന്ന് പറയുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, വരട്ടെ അവര്, ഞാൻ കൊടുത്താലല്ലേ അവർക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയൂ, ഞാൻ എന്റെ കുഞ്ഞിനെ ആർക്കും കൊടുക്കില്ല, ഈ കുഞ്ഞ് ഞാൻ പ്രസവിച്ചതാണ്, കുഞ്ഞിന്റെ മേലെ എനിക്കുള്ള അവകാശത്തിൽ കൂടുതൽ വേറെ ആർക്കുമില്ല, ഇവര് കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കണമെന്ന് ഒരു കോടതിയും പറയില്ല എന്ന് മീനാക്ഷി പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി ഇത് എന്തൊക്കെയാണ് പറയുന്നത്, കുഞ്ഞിന്റെ പേരിൽ കേസും കോടതിയുമായി പോവാൻ അച്ഛൻ സമ്മതിക്കൂ എന്ന് ചോദിക്കുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛൻ സമ്മതിക്കണ്ട, കേസിനും കോടതിയിലൊക്കെ ഞാൻ പോയിക്കോളാം, കുഞ്ഞിന് വേണ്ടി വാദിക്കാൻ ഞാൻ മാത്രം മതി, ഇപ്പോൾ എന്റെ ഭാവിയേക്കാൾ കൂടുതൽ നോക്കുന്നത് എന്റെ കുഞ്ഞിന്റെ ഭാവിയാണ്, ഇത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റെന്തും എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ മീനാക്ഷിയോട് എന്ത് പറയും എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് പ്രസന്ന മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രമോഹൻ വരുന്നത്. ചന്ദ്രമോഹനെ കാണുന്നതും പ്രസന്ന ചൂലവടയിട്ട് നേരെ ഉള്ളിലേക്ക് പോയി മഞ്ജുവിനോട് പറയുന്നുണ്ട്, മോളെ മഞ്ജു, ആ ചന്ദ്രമോഹൻ സാറ് വരുന്നുണ്ട്, മീനാക്ഷിയെയും കുഞ്ഞിനെയും കാണാനാണ് വരുന്നത്, കുഞ്ഞും മീനാക്ഷിയുമാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് ഒരു വഴിയായി, കോലത്തിൽ അവരെ കണ്ടാൽ അയാൾ എന്ത് വിചാരിക്കും, അവള് നോക്കാത്തത് കൊണ്ടാണെന്നല്ലേ പറയൂ, അതുകൊണ്ട് നീ എന്തെങ്കിലും പറഞ്ഞ് അയാളെ ഇവിടെന്ന് പറഞ്ഞു വിട് എന്ന് പറഞ്ഞ് പ്രസന്ന ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നീട് ചന്ദ്രമോഹൻ വീട്ടിലേക്ക് കയറി വരികയാണ്. മഞ്ജുവിനെ കണ്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ ആരുമില്ലേ, തുളസിയേട്ടനില്ലേ എന്ന് ചോദിക്കുമ്പോ മഞ്ജു പറയുന്നുണ്ട്, അച്ഛൻ പുറത്തേക്ക് പോയി എന്ന് പറയുമ്പോ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഞാൻ മീനാക്ഷിയും കുഞ്ഞിനെയും ഒന്ന് കാണാൻ വന്നതാണെന്ന് പറയുമ്പോ അങ്ങോട്ടേക്ക് കരഞ്ഞി ക്ഷീണിച്ചുകൊണ്ട് മീനാക്ഷി കുഞ്ഞിനെയും എടുത്തു വരികയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.